എനിക്ക് മടുത്തു. ഞാൻ എന്തായാലും മരിക്കാൻ പോവാ. എനിക്കാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് നാട്ടുകാരും എല്ലാരും എന്നെ എന്തൊക്കെയോ പറയുക. നീ എന്താണ് ഈ പറയുന്നേ? ഒരു ജോലി ഇല്ലാന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ബ്രോ, എത്രയായി ഞാൻ ഒരു ജോലിക്ക് ശ്രമിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു ജോലി പോലും ഇത്രയായിട്ട് കിട്ടിയിട്ടില്ല. നിനക്കറിയോ, എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പൊ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഞാനാണ് പിന്നെ ഇതിന്റെ ബാക്കിൽ എത്ര നടന്നതെന്ന് അറിയോ? എനിക്ക് ഇതുവരെയായിട്ട് ഒരു ജോലി പോലും ആരും തന്നില്ല. ബ്രോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ വെറുതെ വിഷമിക്കല്ലേ, നമുക്ക് എല്ലാം സെറ്റ് ആക്കാം. ബ്രോ, നീ വെറുതെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നിനക്ക് വിഷമിച്ചുകൊണ്ട് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് എന്തായാലും കുറച്ചും കൂടെ അന്വേഷിച്ച് നമുക്ക് നല്ലൊരു പണി തന്നെ റെഡിയാക്കി എടുക്കണം. ഇല്ല ബ്രോ, എനിക്ക് എന്തായാലും നല്ല ജോലി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇത്രയും വയസ്സായില്ലേ. ഓ പിന്നെ ഒന്ന് പോണം. 40 വയസ്സായില്ലേ? 20 വയസ്സായിട്ടാ അവൻ ഡയലോഗ് അടിക്കുന്നത്. ബ്രോ, എനിക്കിനി പറ്റില്ലടാ. നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്തൊക്കെയോ പറയാം. എനിക്കാണെങ്കിൽ അവർക്കൊക്കെ ഉത്തരം കൊടുക്കാൻ വയ്യ. ബ്രോ, പിന്നെ അത് മാത്രല്ല, എന്റെ ഒരു വില്ലച്ചനുണ്ട്. അയാളെന്ന് പറയുമ്പോ എന്റെ ബന്ധത്തിലുള്ള എല്ലാരും ഗൾഫിലേക്ക് കയറ്റി വിട്ടായിരുന്നു. പക്ഷെ ഞാൻ എത്ര ചോദിച്ചിട്ടും എനിക്ക് ഗൾഫിൽ ഒരു ജോലി പോലും ആക്കി തന്നില്ല. ബ്രോ, എന്നെ ഒന്നും പറയണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എന്തായാലും മരിക്കാൻ പോവാം. മാക്സിമം നീ ഒന്നുമില്ലെങ്കിൽ എന്നെ കണ്ടുപിടിക്ക്. എന്റെ വീട്ടിലെ താല്പര്യമൊന്നും നിനക്കില്ലല്ലോ എന്തായാലും. എന്നിട്ട് ഞാൻ എന്ത് പണിയെടുക്കുന്ന അറിയോ? റോഡിൽ കിടക്കുന്ന വേസ്റ്റുകൾ പറക്കി വെച്ചിട്ടാ ഞാൻ ജീവിക്കുന്നത്. ബ്രോ, നീ മനസ്സിലാക്കി. നിനക്ക് ഞാൻ ജോലി ഞാൻ റെഡിയാക്കി തന്നിരിക്കും. ബ്രോ, അതിനി എന്തുമില്ല കഷ്ടപ്പാടാണെങ്കിലും കുഴപ്പമില്ല. ആരുടെ കാല് പിടിക്കേണ്ടതെന്നാലും കുഴപ്പമില്ല. ഞാൻ നിനക്ക് നല്ലൊരു പണി ഗൾഫിൽ തന്നെ റെഡിയാക്കി തരും. ബ്രോ, നീ വെറുതെ വിഷമിക്കല്ലേ. എനിക്ക് ഇന്ന് ഒറ്റ ദിവസം സമയം എന്താ? ഞാൻ ഇന്ന് തന്നെ റെഡിയാക്കി തരാം നിനക്ക്. എനിക്ക് അറിയാവുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ കുറെ ആൾക്കാർ ഗൾഫിലേക്ക് അയച്ചു വിട്ടിട്ടുണ്ട്. ആ ചേട്ടന് എന്നെ ഭയങ്കര കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ എന്തായാലും കേൾക്കാണ്ടിരിക്കില്ല. എന്താ എന്നെ വിശ്വാസമില്ലേ? നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. എങ്ങനെയെങ്കിലും ഇതൊരു പണി സെറ്റായിട്ടാണ്. അല്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, നീ പേടിക്കണ്ട. എനിക്ക് ഇന്ന് തന്നെ ഞാൻ നല്ലൊരു ജോലി തന്നെ റെഡിയാക്കി തരാം. ഞാൻ എനിക്ക് നല്ലൊരു ജോലി ആക്കി തന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. എന്താ അതുവരെ? ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നന്ദി എന്റെ കയ്യിൽ തന്നെ വെച്ചാൽ കേട്ടോ. ഞാനുണ്ടാകുമ്പോ എന്തിനാണ് നീ പേടിക്കുന്നത്? അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പിൽ 100ലധികം ഗെയിമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ആപ്പിന്റെ പേര് നോക്കുകയാണെങ്കിൽ വിൻസോ എന്നാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ 20 കോടിയിലധികം പ്ലേയേഴ്സ് ഈ ഒരു ആപ്പിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ ലുഡോ, ക്യാരംസ് ഇതുപോലുള്ള സിമ്പിൾ ഗെയിംസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇതിൽ ലുഡോ, ക്യാരംസ്, സ്നേക്ക് ആൻഡ് ലാഡർ ഇതൊക്കെ കളിക്കാം. അപ്പോൾ നിങ്ങൾ കളിച്ചിരുന്ന ക്യാഷ് യു പി വെച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വിൻസോയുടെ സ്റ്റോർ വഴി നമുക്ക് ഫ്രീ ഫയർ ഡയമണ്ട്സ് ഒക്കെ ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 40 രൂപ ബോണസ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോണസ് കിട്ടാനായിട്ട് നിങ്ങൾ പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ ഇപ്പോൾ വിൻസോയിൽ റഫറൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിൻസോയിലേക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ 50 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിൻസോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ എന്റെ ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതാ പിന്നെ ഞാൻ ചായ കുടിക്കാൻ വരാൻ. അങ്ങനൊന്നല്ല ഏട്ടാ. പിന്നെ എല്ലാരും ക്യാഷിനെ വേണ്ടിട്ടല്ലേ പണിയെടുക്കുന്നേ. അപ്പൊ എങ്ങനെയാ ഞാൻ ക്യാഷ് ഒന്നും ഇല്ലാതെ വന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു. ഭാസ്കരേട്ടാ, പിന്നെ ഞാൻ അത്യാവശ്യ കാര്യം പറയാനാ വന്നത്. ചേട്ടാ, എന്റെ ചങ്ക് മാക്സിം ഇല്ലേ, അവനാണെങ്കിൽ ജോലിയൊന്നും ഇല്ല. അപ്പൊ വീട്ടിലും നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഈ ഗൾഫിലെങ്ങനെ ജോലിക്ക് വേക്കൻസി അങ്ങനെ ഉണ്ടാവോ? ആണോ ചേട്ടാ? എന്നാ പിന്നെ നല്ലൊരു ജോലി നോക്കിട്ട് അവൻ ആക്കി കൊടുക്കൂ. അത്യാവശ്യമാണ്, പെട്ടെന്ന് തന്നെ വേണം. ഇന്ന് തന്നെ ഒരു ജോലി സെറ്റ് ആക്കാൻ പറ്റുമോ? ഞാൻ നിനക്ക് നോക്കി തരുവാണെങ്കിൽ ഏതാണ്ട് ഒരാഴ്ച പിടിക്കും. പക്ഷെ പേടിക്കണ്ട, ഒരു വഴിയുണ്ട് നിനക്ക് പെട്ടെന്ന് വേണമെങ്കിൽ. അതെന്താ വഴിയേട്ടാ? അത് നമ്മുടെ ബർമൂഡ ജോണില്ലേ, അവനെ കണ്ടാ മതി. ഞാൻ പറഞ്ഞിട്ട് വരുന്നതാണ് പറഞ്ഞാ മതി. ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. സമയമില്ല, പിന്നെ കാണാവേ. അയാൾ വീട്ടിൽ തന്നെ ഉണ്ടായാ മതിയായിരുന്നു. ചേട്ടാ, ഇവിടെ ആരില്ലേ? ചേട്ടാ, വന്നല്ലോ. മനസ്സിലായില്ലല്ലോ. ചേട്ടാ, ഞാൻ ഭാസ്കരേട്ടൻ പറഞ്ഞിട്ട് വരുവാണേ. അതായത് ഗൾഫിലേക്ക് ഒരു ജോലിക്ക് വേണ്ടിട്ട് വേക്കൻസി വല്ലതും ഉണ്ടോ അറിയാൻ വന്നതാ. ചേട്ടാ, എനിക്കല്ല, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനാണെങ്കിൽ മറ്റേ AC മെക്കാനിക് ഇല്ലേ, അതൊക്കെ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ജോലി ഉണ്ടാവോ? മാസം 50,000 രൂപ വരെയാ സാലറി. ഒരു കമ്പനിയിലേക്കാ ആണോ ചേട്ടാ? അത് മതി. അത് റെഡിയാക്കാൻ പറ്റുമോ? അവൻ കൊറേ ആയിരുന്നു ജോലിക്ക് നോക്കുന്നത്. അതൊന്ന് റെഡിയാക്കി തരാൻ പറ്റുമോ ചേട്ടാ? കമ്പനി ഉണ്ട് കേട്ടോ. അത് കിട്ടിയാലേ ഞാൻ റെഡിയാക്കി തരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ എല്ലാം റെഡിയാക്കാം.
ഒരു ക്യാഷ് എത്ര വെച്ച് തരാം. നിങ്ങൾ ഇന്ന് തന്നെ അവന്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. അങ്ങനെയാണ് അവരുടെ ഡീറ്റെയിൽസും ടിവിയും കാര്യങ്ങളൊക്കെ എന്റെ വാട്സപ്പ് ഇടാൻ പറഞ്ഞു കേട്ടോ. ഇന്ന് തന്നെ എല്ലാം റെഡിയാക്കാം. ഒരുപാട് നന്ദി ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ക്യാഷ് പെട്ടെന്ന് തന്നോളാം. ചേട്ടാ അവനെ കാണാൻ കേട്ടോ. ഞാൻ പോവാണേ. ഇതിപ്പോ തന്നെ അവനെ വിളിച്ചു പറയണം. അവന് ഒരുപാട് സന്തോഷം. Showcases Diwali, festival of lights. Shashti, that's symbolizes ഹലോ triumph എടാ of good ബ്രോ, ഒരു over ഗുഡ് ന്യൂസ് ഉണ്ട്. The month also എന്താണ് ബ്രോ? represents the rhythm എന്താണ് of കാര്യം? culture ബ്രോ, and the ജോലി festival സെറ്റാണ് of നിനക്ക്. celebration. AC മെക്കാനിക്. അതും ഗൾഫില്. മാസം 50,000 രൂപ സാലറി. സത്യം തന്നെയാണോ? എടാ ആണമട്ട, ഞാനിപ്പോ ജോലിയൊക്കെ സെറ്റാക്കിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ എന്റെ ഫോണിലേക്ക് ഒരു നമ്പർ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നീ വാട്സപ്പ് ചെയ്യണം കേട്ടോ. നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മറക്കല്ലേ. ആണ് ബ്രോ. ഇപ്പൊ തന്നെ റെഡിയാക്കാം. ഞാൻ കൂടെ വെച്ചേക്കാം. നീ വീട്ടിൽ നാട്ടുകാരോട് പറ ജോലിയുടെ കാര്യം. ഓക്കെ ബ്രോ, ശരി. എല്ലാവരും തീരാനേ മോനെ, അവസാനം ജോലി കിട്ടി. ഒന്നും പറയില്ല, സന്തോഷം കൊണ്ട് നിക്കാൻ വയ്യ. ഇതിപ്പോ തന്നെ പോയി എല്ലാരോടും പറയട്ടെ. ലല്ലലപ്പാടി വരൂ. എല്ലാ സാധനങ്ങളും വാങ്ങണം. നാളെ ഗൾഫിലേക്ക് പോകുമ്പോ വെറുതെ ഇവിടെ പോകാൻ പാടില്ല. തങ്കച്ചേട്ടാ, ഇന്ന് ഒരുപാട് സാധനങ്ങളാണ് കേട്ടോ. ചിലപ്പോ ഈ കട തന്നെ വാങ്ങിയേക്കും. അല്ലേട്ടാ, നാളെ എന്റെ ചങ്ക് മാക്സിമം ഗൾഫിലേക്ക് പോവാണ്. അപ്പൊ അവന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വന്നതാ. നമ്മുടെ മാക്സിമം ഗൾഫിലേക്ക് പോക്കായ നല്ല കാര്യം തന്നെ. ഇളയാ അതൊക്കെ അവൻ വരുമ്പോ നമുക്കും വല്ലതും കൊണ്ടുതരാൻ പറയണം കേട്ടോ. ചേട്ടാ അവനാദ്യം നല്ല രീതിയിലൊന്ന് പോയി അവിടെ സെറ്റിൽ ആവട്ടെ. ഞാൻ പറഞ്ഞോളാം. ചേട്ടാ ചേട്ടാ പറ്റുന്ന ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ എടുക്ക്. എല്ലാം വച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം വച്ചിട്ടുണ്ട്. ആ ഓക്കെ എന്താ ക്യാഷ് എന്നാ പിന്നെ കാണാം കേട്ടോ. ഞാൻ പോവാണ്. വേഗം പോട്ടെ, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതാ. അമ്മേ, ആ ഇവിടെ ഉണ്ടോ? അമ്മേ, ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2-3 മാങ്ങയും വാങ്ങിയിരുന്നു. അവര് പോകുമ്പോ അച്ചാറിട്ട് കൊടുക്കാം. ഗൾഫിലൊന്നും നമ്മൾ ഇവിടുത്തെ അച്ചാറിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. പിന്നെ അത് മാത്രമല്ല, അവിടുന്ന് വാങ്ങാൻ ഒടുക്കത്തെ കാശാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് ആവുന്നത്ര സാധനങ്ങൾ അവർ കൊടുത്തു വിടാം. അമ്മേ, അവൻ നാളെ രാവിലെ പുറപ്പെടും. 11 മണിക്കുള്ള ഫ്ലൈറ്റിനാ പോകുന്നത്. അമ്മേ, പിന്നെ കുറച്ച് ചെമ്മീൻ അച്ചാറും കൂടെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ കൂടെ വാങ്ങിയിരുന്നു. അമ്മേ, എന്നാ വാ, ഇപ്പൊ തന്നെ റെഡിയാക്കാൻ തുടങ്ങാം. അവരൊക്കെ ഹാപ്പി ഇരിക്കുന്നുണ്ടോ? എടാ മാക്സിമേ, അതെ മാക്സിം ബൈ. ഇവിടെ ഉണ്ടോ നീ? ആണ് ബ്രോ, നമ്മളിവിടെ ഇങ്ങനെ വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. വണ്ടി വരാനായിട്ടില്ല. എന്നാലും ഇങ്ങനെ ഓ അതമ്മേ, അതിവന് കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാ. കുറച്ചേ ഉള്ളൂ. ആണോടാ? ഓ സെറ്റ്. എനിക്കാണ് പിന്നെ അധികം സാധനങ്ങളൊന്നും കൊണ്ടുപോയില്ലായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പറയാൻ പറ്റത്തില്ല. എടാ ബ്രോ, നീ അവിടെ പോയി കഴിഞ്ഞാല് സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം കേട്ടോ. കാരണം അത് നമ്മളെ നാടല്ല. എടാ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ, വിളിക്കാതിരിക്കല്ലേ കേട്ടോ. എടാ ബ്രോ, നീ എന്താണ് പറയുന്നത്? നിന്നെ വിളിക്കാതെ പിന്നെ ഞാൻ ആരെ വിളിക്കാനാ? നാളെ ബ്രോ, അതെനിക്കറിയാം, ഞാൻ പറഞ്ഞതാണ്. ശരിയാണ്, വണ്ടി എത്തി കേട്ടോ. വണ്ടി എത്തിയോ? ആ എന്നാ വാടാ. എടാ ബ്രോ, എന്നാ പിന്നെ ഞാൻ പോവാ കേട്ടോ. വിളിക്കാം കേട്ടോ. എടാ ബ്രോ, എന്റെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോകണം കേട്ടോ. എടാ ബ്രോ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നോട്. അമ്മേ, ഞാൻ പോവാ കേട്ടോ. അവിടെ എത്തിയിട്ട് വിളിക്കാം. അമ്മേ, ശരി. ഹലോ അമ്മേ. അമ്മേ, ഞാനാണ് മാക്സിമം. അമ്മേ, പിന്നെ ഞാൻ നാളെ നാട്ടിലേക്ക് വരാണ് കേട്ടോ. എനിക്ക് 1 മാസത്തേക്ക് ലീവ് കിട്ടിയിട്ടുണ്ട്. അമ്മേ, ഞാൻ ഇപ്പൊ വിളിക്കാം. ഇപ്പൊ വിളിക്കാം. ബാബുട്ടാ എവിടെ പോവാണ്? എടാ കുഞ്ഞാടി, നിനക്കറിയത്തില്ലേ നമ്മുടെ ഗിരിജയുടെ മകൻ മാക്സിമ് ഇപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്ത് മാക്സിമോ? പോയാട്ടെ. ഞാനേ വേണമെങ്കിൽ
ഉണ്ടെങ്കിൽ വിശ്വസിക്കൂ. മാക്സിമം ഇപ്പൊ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങള് കിട്ടാൻ ചാൻസ് ഉണ്ട് കുഞ്ഞാടെ. ചേട്ടാ നിങ്ങൾക്ക് ആള് മാറിപ്പോയിരിക്കും. മാക്സിമം വന്നിട്ടൊന്നുമില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പോവാണ്. അവൻ വിളിച്ചിട്ട് ഒരുപാടായി. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കാറുമില്ല. ഇനി അവൻ വന്ന് കാണോ? എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. പാമ്പായിട്ടില്ലേ അത്? കുഞ്ഞാടെ നീ ഇവിടെ എത്തിയല്ലേ? സംശയമുണ്ടെങ്കിൽ ഉള്ളിലതാ മാക്സിം. നീ പോയി നോക്കൂ. അപ്പൊ വന്നോ? നോക്കട്ടെ. ഞാൻ മാക്സിമേ 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 ഹലോ കാണോ? മാക്സിമം വന്നു കേട്ടോ. കണ്ടില്ലല്ലോ. ഞാനാരും വിളിക്കാൻ വെയിറ്റ്. പിന്നൊരു കാലുണ്ട് കേട്ടോ. അവന്റെ കല്യാണമായി. ഇനി എപ്പോഴും ഇതുപോലെ എപ്പോഴും നടക്കാൻ പാടില്ല. കാരണം നിന്റെ ജോലി കുപ്പി പാട്ടി പറക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് സ്റ്റാൻഡേർഡ് പോകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നീ ഇനി അവരോട് കൂട്ടുകൂടില്ല കേട്ടോ. എന്തായാലും ഞാൻ അവനിപ്പോ വിളിക്കാം. ആ ബാഗില് ഒരു സ്പ്രേ ബോട്ടിലുണ്ട്. അതെടുത്ത് കൊടുക്ക. എന്റെ പൊന്നോ, നാട്ടിലേക്ക് എത്തുമ്പോ സാധനങ്ങൾക്ക് വേണ്ടി എത്ര എണ്ണ ഈ വരുന്നത്? എന്താണ് ഈ പറയുന്നത്? ഒരു ജോലി ഇല്ലാന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? എന്റെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ ഓണം കേട്ടോ. അമ്മ പിന്നെ കുറച്ച് ചെമ്മീൻ അച്ചാറും കൂടെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ കൂടെ വാങ്ങി. നമ്മുടെ ഇവിടുത്തെ അച്ചാറിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല.